മുഖത്തു നോക്കി വിമർശിക്കുന്നവരെ വിശ്വസിക്കുക. അവരിൽ സത്യമുണ്ടാകും. പുകഴ്ത്തുന്നവനെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ അവരിൽ കാപട്യവും ഉണ്ടാകും. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും തിരുത്താൻ സഹായിക്കുകയും ചെയ്യുന്നവരെ കൂടെ നിർത്തുക. അവർ സ്വാർത്ഥനായിരിക്കില്ല. ഒറ്റയ്ക്ക് ജീവിക്കാൻ ശീലിക്കണം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അതിജീവിക്കാൻ കഴിയില്ല. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. കൊടുക്കുന്ന സ്നേഹം പോലും തിരികെ കിട്ടാതെ ആകുമ്പോൾ തകർന്നു പോകും. ആർക്കും ജീവിതത്തിൽ അധികം പ്രാധാന്യം കൊടുക്കരുത്. അവർക്ക് നമ്മൾ പ്രധാനപ്പെട്ടതല്ലാതാകുമ്പോൾ നമ്മൾ തകർന്നു പോയേക്കാം. മനസ്സ് തുറന്ന് സംസാരിക്കുന്നവരുടെ ഉള്ളിൽ ഒരു കള്ളവും ഉണ്ടാവില്ല. അതുപോലെ അവർക്ക് ആരുടെ മുന്നിലും ഒരു വിലയും ഉണ്ടാവില്ല. ഇങ്ങനെ ആത്മാർത്ഥത കൂടി പോയവരാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ളതും ഒറ്റപ്പെട്ടു പോകുന്നതും. ദഹിക്കാത്തത് കഴിക്കരുത്. ഇടമില്ലാത്തിടത്ത് പോവരുത്. കേൾക്കാത്തിടത്ത് വിശദീകരിക്കരുത്. മനസ്സിലാക്കാൻ മനസ്സില്ലാത്തിടത്ത് ബോധ്യപ്പെടുത്താൻ നിൽക്കരുത്. അഹങ്കാരവും അഹംഭാവവും ഉള്ള മനുഷ്യർ ഒരിക്കലും മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിച്ചു കൊടുക്കില്ല. നന്മയുള്ള മനസ്സിനെ മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കഴിയുകയുള്ളൂ. എല്ലാ കാര്യങ്ങളിലും വിജയം മാത്രം എന്നൊന്നില്ല. പരാജയവും ഒരു യാഥാർത്ഥ്യമാണ്. പരാജയപ്പെടാതെ വിജയിച്ച ഒരു വ്യക്തിയും ഈ ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. നക്ഷത്രങ്ങൾ പോലെയാണ് നല്ല സുഹൃത്തുക്കൾ. അവരെ എപ്പോഴും കാണണമെന്നില്ല. എങ്കിലും നമ്മുടെ നല്ലതിനു വേണ്ടി അവർ കൂടെ ഉണ്ടാകും എന്നത് തീർച്ചയാണ്. നല്ലതാണെന്ന് ബോധ്യമായാൽ ശക്തമായി അടിയുറച്ച് വിശ്വസിക്കുക. എങ്കിൽ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ സമീപിക്കുന്നവർക്ക് മുന്നിൽ വിജയിക്കാൻ സാധിക്കും. നമ്മൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നവർ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമ്മളെ തള്ളിപ്പറയുകയോ പിന്തുണയ്ക്കാതെ ഇരിക്കുകയോ ചെയ്താൽ നമ്മൾ വളരെയധികം വേദനിക്കും. എത്രത്തോളം നമ്മൾ ആശ്രയിക്കുന്നുവോ അത്രത്തോളം വേദനയുടെ കാഠിന്യവും കൂടും. അവനവൻ്റെ ഉള്ളിൽ തന്നെ കണ്ടെത്തേണ്ട ഒന്നാണ് സന്തോഷം. അല്പം ശ്രമകരമായ കാര്യമാണെങ്കിലും അത് വേറെ എവിടെയെങ്കിലും കണ്ടെത്തുക എന്നത് തികച്ചും അസാധ്യമായ കാര്യമാണ്. ജീവിതത്തിൽ നാം എത്ര വിട്ടുവീഴ്ച ചെയ്താലും അകലാൻ ഉള്ളതെല്ലാം അകലും. പക്ഷേ അടുക്കുവാൻ താല്പര്യമുള്ളവർ ഒരു വഴി കണ്ടെത്തി അടുത്തുകൊണ്ടേയിരിക്കും. അതാണ് യഥാർത്ഥ സ്നേഹം. നമുക്ക് ഒരു വീഴ്ച സംഭവിച്ചാൽ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കാതെ എഴുന്നേറ്റ് പോകരുത്. എങ്ങനെ നമ്മൾ വീണുപോയി എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കൊരിക്കലും ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കുകയില്ല. ജീവിതം സന്തോഷപ്രദമാക്കി തീർക്കാനുള്ള ഏക വഴി മനസ്സിനെ എല്ലായ്പ്പോഴും ശുഭചിന്തകൾ കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതാണ്. പോയ കാലത്തെ മാറ്റാൻ നമുക്കാവില്ല. ഇനിയുള്ള കാലത്ത് എന്താണ് സംഭവിക്കുക എന്നും നമുക്കറിയില്ല. പിന്നെ എന്തിനാണ് നാം സങ്കടപ്പെടുന്നത്? നല്ലതായാലും മോശമായാലും ജീവിതം നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ പകർന്നു നൽകുന്നുണ്ട്. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ വസ്തുവും. ഏതൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും പരിഹസിക്കുവാനും പിന്തിരിപ്പിക്കുവാനും ആളുകളുണ്ടാകും. അവർ എന്തും പറഞ്ഞു കൊള്ളട്ടെ. അവർ നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കാത്തവരാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുക. പരിഗണന ഒരു സംസ്കാരമാണ്. അതാണ് ബന്ധങ്ങൾ ജനിപ്പിക്കുന്നത്. പരസ്പരം പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്താൽ ബന്ധങ്ങൾ വളരും. നല്ല വാക്കും പുഞ്ചിരിയുമാകണം ഓരോ വ്യക്തിയുടെയും മുഖമുദ്ര. ബന്ധങ്ങൾ വളരാനുള്ള ആദ്യ പടിയാണിത്.